ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അരവിന്ദ്. നിർമ്മിത ബുദ്ധിയുടെ മേഖലയിൽ ഇന്ത്യ അതിവേഗം ശക്തമായ സാന്നിധ്യം അറിയിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുതിയ സാങ്കേതിക വിദ്യ സ്വീകരിക്കുന്നതിലും പരീക്ഷിക്കുന്നതിലും ഇന്ത്യൻ ജനത മറ്റാരേക്കാളും മുന്നിലാണെന്നും പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ബഹിരാകാശ മേഖലയിൽ രാജ്യത്തിന്റെ നേട്ടങ്ങൾ പുതിയ ഉയരങ്ങൾ കീഴടക്കാനുള്ള ദൃഢനിശ്ചയത്തിന്റെ ഫലമാണെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. ഈ വരുന്ന അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ പ്രധാനമന്ത്രിയുടെ സമൂഹമാധ്യമ അക്കൌണ്ടുകൾ രാജ്യത്തെ പ്രചോദനാത്മക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സ്ത്രീകൾക്ക് ഒരു ദിവസത്തേക്ക് കൈമാറുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എല്ലാവർക്കും ആരോഗ്യം എന്നത് എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം എന്ന കാഴ്ചപ്പാടിന്റെ പ്രധാന സ്തംഭങ്ങളിലൊന്നാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മധ്യപ്രദേശിലെ ഛത്തർപൂർ ജില്ലയിൽ ബാഗേശ്വർ ധാം മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തറക്കല്ലിടൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിഎം കിസാൻ പദ്ധതിയുടെ 19ാം ഗഡു വിതരണം നാളെ ബീഹാറിലെ ഭഗൽപൂരിൽ പ്രധാനമന്ത്രി നിർവഹിക്കും. രാജ്യത്തുടനീളമുള്ള 9.7 കോടിയിലധികം കർഷകർക്ക് 21,500 കോടിയിലധികം രൂപയുടെ നേരിട്ടുള്ള സാമ്പത്തിക സഹായം ഇതിലൂടെ ലഭിക്കും. സംസ്ഥാനത്തെ കോടതികളിൽ കേസുകൾ അനന്തമായി നീളുന്നത് ജനങ്ങൾക്ക് ജുഡീഷ്യറിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാസർഗോഡ് ഹോസ്ദുർഗ് കോടതിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാധാരണക്കാർക്ക് എത്രയും വേഗം നീതി ലഭ്യമാകുന്ന ഇടങ്ങളായി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾ മാറണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിലെ ഈ വർഷത്തെ റവന്യൂ ദിനാഘോഷവും റവന്യൂ സർവേ വകുപ്പ് ജീവനക്കാർക്കുള്ള പുരസ്കാര വിതരണവും നാളെ വൈകുന്നേരം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിക്കും. കേരളത്തിൽ ജനകീയാസൂത്രണ പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് നവകേരള സൃഷ്ടിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിനായി നിർമ്മിച്ച പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അധികാര വികേന്ദ്രീകരണം തീർത്തും ജനകേന്ദ്രീകൃതമാക്കിയതിലൂടെ നാം കൈവരിച്ച നേട്ടത്തിൽ നിന്നുമാണ് നവകേരള സൃഷ്ടിയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നവംബർ 1 മുതൽ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളം മാറുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട് ചൂരൽമല ദുരന്ത ബാധിതർക്കൊപ്പമാണ് സംസ്ഥാന സർക്കാരെന്നും ലഭ്യമായ എല്ലാ സഹായവും നൽകുന്നതിൽ പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി കെ രാജൻ. ഏറ്റവും സുതാര്യമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്നും മന്ത്രി തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക സംഗമം വൻ വിജയമാണെന്ന് മന്ത്രി പി രാജീവ്. 50 കോടി രൂപയിൽ കൂടുതലുള്ള വൻകിട പദ്ധതികളുടെ തുടർ നടപടികളുടെ ചുമതല KSIDCയ്ക്കായിരിക്കും. ഇതിനായി പ്രത്യേക സംഘത്തെ സജ്ജമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് 242 റൺ വിജയലക്ഷ്യം. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത പാകിസ്ഥാന് 2 പന്ത് ബാക്കി നിൽക്കെ 241 റൺസിന് വിക്കറ്റെല്ലാം നഷ്ടമായി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ 25.3 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 127 റൺ നേടിയിട്ടുണ്ട്. സംസ്ഥാനത്ത് മത്സ്യത്തൊഴിലാളി വിധവാ പെൻഷൻ വിതരണത്തിന് 6.93 കോടി രൂപയുടെ അധിക തുക അനുവദിച്ചതായി മന്ത്രി സജി ചെറിയാൻ. 5 മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിനാണ് തുക. 8,765 ഗുണഭോക്താക്കൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. കണ്ണൂർ ആറളം ഫാമിൽ ദമ്പതികളെ കാട്ടാന ചവിട്ടിക്കൊന്നു. 13ാം ബ്ലോക്കിലെ വെള്ളി, ഭാര്യ ലീല എന്നിവരാണ് മരിച്ചത്. കശുവണ്ടി ശേഖരിക്കുന്നതിനിടെയാണ് കാട്ടാനയുടെ ആക്രമണമുണ്ടായതെന്ന് ആറളം പോലീസ് പറഞ്ഞു. കേരളത്തിലെ 28 തദ്ദേശ വാർഡുകളിൽ നാളെ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പോളിംഗ്. വോട്ടെണ്ണൽ മറ്റന്നാൾ നടക്കും. 15ാമത് കേരള അന്താരാഷ്ട്ര നാടകോത്സവം ഇറ്റ്ഫോക്ക് 2025ന് തൃശൂരിൽ തുടക്കമായി. 15 നാടകങ്ങൾ 8 ദിവസങ്ങളിലായി ഇത്തവണ അരങ്ങിലെത്തും. 3 വേദികളിലായി 34 പ്രദർശനങ്ങൾ നടക്കും. കണ്ണൂർ കൂത്തുപറമ്പ് വലിയ വെളിച്ചം വ്യവസായ കേന്ദ്രത്തിൽ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനം മന്ത്രി MB രാജേഷ് നാളെ നിർവഹിക്കും. ഹരിത കർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് കവറുകളുടെ പുനഃചംക്രമണമാണ് യൂണിറ്റിൽ നടക്കുക. തലശ്ശേരി പൊന്ന്യം ഏഴരക്കണ്ടത്തിൽ ആരംഭിച്ച പൊന്ന്യത്തങ്കത്തോടനുബന്ധിച്ച് ചൊവ്വാഴ്ച നടക്കുന്ന പരിപാടിയിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പങ്കെടുക്കും. പുതിയ തലമുറയിലേക്ക് കളരിപ്പയറ്റിന്റെ ചരിത്രവും സംസ്കാരവും പകർന്നു നൽകുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ഈ മാസം 27 വരെയാണ് പൊന്ന്യത്തങ്കം നടക്കുന്നത്. കോസ്റ്റ് ഗാർഡിന്റെ 49ാമത് സ്ഥാപക ദിനാഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ സൈക്കിൾ റാലി വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് കേന്ദ്രത്തിൽ സമാപിച്ചു. 20 പേരടങ്ങുന്ന കോസ്റ്റ് ഗാർഡ് സംഘം 1860 കിലോമീറ്റർ പിന്നിട്ട് രാജ്യത്തിന്റെ പടിഞ്ഞാറൻ തീരം വഴിയാണ് ഇവിടെ എത്തിയത്. കേന്ദ്രഭരണ പ്രദേശമായ ദാമനിൽ നിന്ന് ഫെബ്രുവരി 2 പുറപ്പെട്ട സൈക്കിൾ പര്യടനം മഹാരാഷ്ട്ര, ഗോവ, കർണാടക സംസ്ഥാനങ്ങളിലൂടെയാണ് കേരളത്തിലെത്തിയത്.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.